ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ലൈക്ക് നമുക്കൊരു സന്തോഷമല്ലേ എപ്പോഴും. അങ്ങനെ അനാമികയുടെയും അനിയുടെയും വിവാഹമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ വിവാഹം നടക്കുന്നത്. അങ്ങനെ വിവാഹമൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും അനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അനി എല്ലാത്തിനോടും അങ്ങ് യോജിച്ചങ്ങ് പോവുകയാണ്. ഏതായാലും ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അനാമികയും അനിയും കൂടി പുറത്തേക്ക് പോവാണ്. ജാനകിക്കാണെങ്കിൽ അനാമികയെ ഭയങ്കര കെയറിങ് ആണ്. എൻ്റെ മരുമകൾ ഇവിടുത്തെ ഏറ്റവും നല്ലത് എൻ്റെ മരുമകളാണ് എന്നുള്ള ഒരു പറച്ചിലൊക്കെയാണ് ജാനകിക്ക് എപ്പോഴും. ഇതൊന്നും കണ്ടിട്ട് ജലജയ്ക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല. പക്ഷേ ജലജ എങ്ങനെയെങ്കിലും നയനയെയും നവ്യയും ദ്രോഹിക്കണം, അവരെ കുറ്റപ്പെടുത്തണം എന്നൊക്കെ ഉള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ദിവസമായപ്പോൾ ഇവർ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോഴാണ് ദേവയാനിയും ജാനകിയും ജലജയും കൂടി നിൽക്കുമ്പോഴാണ് അനിയും അനാമികയും കൂടി വന്നിറങ്ങിയ ശേഷം അപ്പോഴേക്കും ജാനകി പറയണം, അയ്യോ മോളെ, വെയിലൊക്കെ കൊണ്ടിട്ടായിരിക്കും മോളുടെ മുഖമൊക്കെ അങ്ങ് വാടിപ്പോയി, എന്തു പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെയറിങ് ആണ് അനാമികയെ. ഈ സമയം എന്നിട്ട് പറയാണ്, അയ്യോ അപ്പടി ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയാം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് നേരാ കേട്ടോ, മോളുടെ മുഖമൊക്കെ അങ്ങ് വാടി, വെയിൽ കൊണ്ടിട്ടായിരിക്കും എന്നൊക്കെ പറയാം. എനിക്കിതൊന്നും കേട്ടിട്ട് അത്ര രസമൊന്നും തോന്നുന്നില്ല. അനി റൂമിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും പറയാണ്, ഒരു ജ്യൂസൊക്കെ കുടിക്കുക എന്നാ, ഒരു ജ്യൂസ് കൊണ്ടുവരാൻ നയനയോട് പറയാം, ജ്യൂസ് കൊണ്ടുവന്നാൽ ആ ജ്യൂസൊക്കെ മോള് കുടിക്കുമെന്ന് പറയാണ് കേട്ടോ ജാനകി. അപ്പോഴേക്കും അനാമിക ഓർക്കുന്നുണ്ടോ, എൻ്റെ ദൈവമേ, ഇനിയിപ്പം ഞാൻ ഈ ജ്യൂസും കൂടി കുടിക്കണോ? കാരണം പോകുന്ന വഴി നന്നായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോകുന്നതാണ്. ആ ബിരിയാണിയൊന്നും അത്രയൊന്നും കഴിക്കണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് വന്ന കാരണം ഇപ്പം ഇനി ഒരു ജ്യൂസ് കൂടെ കുടിക്കാൻ വയറ്റിൽ ഒരു ശകലം പോലും ഇടയില്ല. എന്നാലും സാരമില്ല, പറഞ്ഞേക്കാം, ഇവരെ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് തന്നോ അമ്മേ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാം, എവിടെയാ നയന, അവളെ വിളിച്ചേ, മോക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞേ എന്ന് പറയാം. അപ്പോഴേക്കും ജലജ വിളിക്കുന്നുണ്ട് അവിടെ നിന്നുണ്ട്, എടി നയനേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പം നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നയനയോട് ജാനകി പറയാണ്, ദേ മോള് പുറത്ത് പോയിട്ട് വന്നതാണ് അനാമിക, അതുകൊണ്ട് അനാമിക മോക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നേ, നീ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, പോയി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വാ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനിയും പറയുന്നുണ്ട്, അതെ നീ ചെന്ന് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറയാം. പക്ഷേ ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല നയനയെ ഭരിക്കുന്നതൊന്നും. പക്ഷേ ജാനകി ഭയങ്കര ദേഷ്യത്തോടെയാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ നയന ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. അടുക്കളയിൽ ചെന്ന് കഴിയുമ്പം നയന നോക്കുമ്പോഴേക്കും അടുക്കളയിലാണെങ്കിൽ പൈനാപ്പിൾ ഇല്ലാതെ ഇരിക്കുന്നത് കാരണം പെട്ടെന്ന് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാനാണ് പറയുക. പൈനാപ്പിൾ ഇല്ലാതെ ഇരിക്കുന്ന കാരണം അവിടെ നോക്കുമ്പോൾ മാങ്ങ ഇരിപ്പുണ്ട്. മാമ്പഴം എടുത്തിട്ട് ചെത്തി ഒക്കെ എടുക്കുകയാണ് കേട്ടോ നയന. ആ സമയം കൊണ്ട് ഇവിടെ ജലജ പറയാണ്, എത്ര നേരമായി ഇവൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോയിട്ട് ഇതുവരെ ഇവൾ ജ്യൂസ് ഉണ്ടാക്കിയില്ല, ഇവൾ എന്തെടുക്കാണിത് എന്നിങ്ങനെ പറയാണ്. അത് എന്തേ അനാമിക മോൾ ആകെ ക്ഷീണിച്ചാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ജാനകിയും പറയാം, നേരെ ഇവൾ എന്തെടുക്കുക, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജ അടുക്കളയിലേക്ക് പോവാം കേട്ടോ. ജലജ നേരെ അടുക്കളയിലേക്ക് ചെന്നിട്ട് ഭരിക്കാൻ പോവാണ് നമ്മുടെ നയനയോട് പറയാണ്, നീ എന്തെടുക്കുക ഇവിടെ, എത്ര നേരമായി ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്, നീ എന്താ ജ്യൂസിൻ്റെ അകത്ത് വല്ല പൊടിയും കലക്കുവാണോ എന്നൊക്കെ പറയാണ്. അപ്പം അവിടെയും പറയുന്നുണ്ട്, അവൾ വല്ല പൊടിയൊക്കെ കലക്കിക്കൊണ്ട് വരും എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ദേവയാനിയുടെ അടുത്തും ജാനകിയുടെ അടുത്തും പറഞ്ഞിട്ടാണ് ജലജ വരുന്നത്. ജലജ അങ്ങനെ ചോദ്യം പറയും, നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞാനിവിടെ ഫ്രൂട്ട്സ് ഉണ്ടാക്കുക, ഇത് സ്വിച്ച് ഇട്ടാലൊന്നും വരത്തൊന്നുമില്ല, നിങ്ങൾക്കറിയാമോ ഫ്രൂട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന ഫ്രൂട്ട് എടുക്കണം, അത് തൊലി ചെത്തണം, ദേ ഈ മാങ്ങ തൊലി ഇങ്ങനെ ചെത്തി എടുത്ത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിലിട്ട് അടിച്ച് അതിൻ്റെ കൂടെ പാലും ഐസും ഒക്കെ ചേർത്ത് പഞ്ചസാരയും ഒക്കെ ഇട്ട് ഗ്ലാസ്സിലാക്കി മുന്നിൽ കൊണ്ടുവരണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും, അതേ എടുക്കുന്നുള്ളൂ, ഇത്ര കടന്ന് ധൃതി വെക്കാനൊന്നുമില്ല എന്നൊക്കെ ജലജയോട് തട്ടിക്കയറുക കേട്ടോ നമ്മുടെ നയന. നല്ല കൊടുക്കുന്നുണ്ട് ജലജയ്ക്ക്. ജലജ ശരി, എന്നാൽ നീ ഫ്രൂട്ട്സും കൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയി അവിടെ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവരോട് പറയണം, അവളവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും നയന ജ്യൂസുമായിട്ടൊക്കെ വരിക, മാംഗോ ജ്യൂസാണ് കൊണ്ടുവരുന്നത്. മാംഗോ ജ്യൂസുമായിട്ട് വരികയാണ്. ആ മാംഗോ ജ്യൂസ് കൊണ്ടുവന്ന് അനാമികയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ നീ ഇത്രയും താമസിച്ചേ എന്ന് ചോദിക്കുക ജാനകി. അപ്പോൾ പറയുന്നുണ്ട്, ആ അമ്മ ജ്യൂസ്. അപ്പോഴേക്കും ജാനകി ഇത് കൊടുക്കുമ്പോഴേക്കും അനാമിക അതങ്ങ് കുടിക്കുക. അനാമികയ്ക്ക് വേണ്ടല്ലോ, അനാമിക കുടിച്ച് കഴിയുമ്പോഴേ തുപ്പുവാണ് വേണ്ടെന്നും പറഞ്ഞു. എന്നാലും നീ എന്താ ഇത്രയും താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഫ്രിഡ്ജിൽ പൈനാപ്പിൾ ഇല്ലാത്തത് കാരണം ഞാൻ ഈ മാംഗോ എടുത്തിട്ട് ഉണ്ടാക്കുമായിരുന്നു, അത് ചെത്തിയൊക്കെ എടുക്കണ്ടേ, അതുകൊണ്ടാണ് പറ്റിയെന്ന് പറയുമ്പം, പൈനാപ്പിൾ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുക. ഇല്ല, പൈനാപ്പിൾ ഇല്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ
അനാമിക പറയാണ് അവളത്തെ എനിക്ക് മാംഗോ ജ്യൂസ് അലർജിയാണ്, അത് അറിഞ്ഞുകൊണ്ടാണ് അവൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അത് തന്നെ കൊണ്ടുവന്നത്. പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ മാംഗോ ജ്യൂസാണോ കൊണ്ടുവന്നത്? എനിക്ക് മാംഗോ ജ്യൂസ് അലർജിയാണെന്നുള്ള അറിയില്ല, അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് നയന പറയുക. അപ്പോഴേക്കും ജലജ പറയാണ് ഫ്രിഡ്ജിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അത് ചെത്താനും പൈനാപ്പിളിൻ്റെ മുള്ള് കളയാനൊന്നും പറ്റത്തില്ല, എന്നിട്ടാണ് അവളിപ്പോൾ മാങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ജാനകി പറയാം, ആണോടി നിനക്കറിയാമല്ലായിരുന്നോ അനാമിക മോൾക്ക് ഈ മാംഗോ ജ്യൂസ് അലർജിയാണെന്ന്? നീ മനഃപൂർവ്വമല്ലേ ഇത് കൊണ്ടുവന്നത്, നീ കൊണ്ടുവന്നതിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ജാനകി ആ ജ്യൂസ് എടുത്ത് നയനയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയുടെ സാരിയിലെല്ലാം ഇങ്ങനെ ജ്യൂസ് വീണിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ദേവയാനി പറയാണ്, ജാനകി നീ ഇങ്ങനെ പറയരുതെന്ന് പറയാണ് കേട്ടോ. നയനമോൾക്ക് അറിയില്ലായിരുന്നു, എന്തായാലും അവൾ അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും അവൾക്കറിയില്ലായിരുന്നു ഇപ്പോൾ അനാമികയ്ക്ക് മാംഗോ ജ്യൂസ് അലർജിയാണെന്നുള്ള കാര്യം അവൾക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവൾ അത് ചെയ്യുന്നത്? വെറുതെ ആവശ്യമില്ലാതെ എപ്പോഴും എൻ്റെ മരുമോളെ കുറ്റം പറയരുത് കേട്ടോ ജാനകി. ഒരിക്കലും അങ്ങനെ ചെയ്തതായിരിക്കില്ല. നയനയ്ക്കറിയില്ല അനാമികയ്ക്ക് മാംഗോ ജ്യൂസ് അലർജിയാണെന്ന്. ഇതിനു മുമ്പ് അത് പറയാറില്ലല്ലോ. ഞാൻ അവളെ ഒത്തിരി ഫോൺ വരെ വിളിക്കാറുള്ളതാണ്. അനാമിക എപ്പോഴും ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവൾക്ക് മാംഗോ ജ്യൂസ് അലർജിയാണെന്ന്. പിന്നെ ഈ നയനെ എങ്ങനെ അറിയാനാ? വെറുതെ ഒന്നും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ പറയാണ് കേട്ടോ. നയനെ ആകെപ്പാടെ വിഷമിച്ച് നയനയുടെ ഡ്രസ്സിലെല്ലാം മാംഗോ ജ്യൂസ് എല്ലാം വീണിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ ഇത് കണ്ടുകൊണ്ട് വരുന്നൊക്കെയുണ്ട്. മുത്തശ്ശൻ കണ്ടുകൊണ്ട് വന്ന ഒരു പ്രകമ്പനം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്